നമസ്കാരം, സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ഓരോ വികാരങ്ങളും ഒരുതരം ഊർജ്ജമാണ് പുറത്തുവിടുന്നതെന്നും നമുക്കറിയാം. പക്ഷേ ഈ വൈകാരിക ഊർജ്ജം അഥവാ ഫീലിംഗ്സ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ശരിക്കും രൂപപ്പെടുത്തുന്നത്? ഇന്ന് നമ്മൾ അതിന്റെ പിന്നിലെ മെക്കാനിക്സ്, അതായത് ഫീലിംഗ് ഫ്രീക്വൻസികളെക്കുറിച്ചാണ് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ഈയൊരു ചിന്തയിൽ നിന്ന് തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഓരോ വികാരവും, അത് സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, അതൊക്കെ പ്രപഞ്ചത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ സിഗ്നൽ പോലെയാണെങ്കിലോ? ഈയൊരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. അപ്പോ എന്താണ് ഈ ഫീലിംഗ് ഫ്രീക്വൻസികൾ? വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ്. ഓരോ വികാരത്തിനും അതിൻ്റേതായ ഒരു ഫ്രീക്വൻസിയുണ്ട്. നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ 98.3 FM-ലേക്ക് ട്യൂൺ ചെയ്തിരിക്കുകയാവാം, അതേസമയം ദുഃഖത്തിലായിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്കും. അപ്പോൾ നമ്മൾ അയക്കുന്ന ഈ ഫ്രീക്വൻസികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പലതരം അനുഭവങ്ങളെ ആകർഷിക്കുന്നത് എന്ന് നോക്കാം. ഈ ഫ്രീക്വൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമത്തിലേക്ക് നമ്മൾ കടക്കണം. അതാണ് സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു എന്ന തത്വം. ഈ നിയമം കേൾക്കാൻ വളരെ ലളിതമാണ്, പക്ഷെ ഭയങ്കര ശക്തവുമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ദിവസം രാവിലെ സന്തോഷത്തോടെ എഴുന്നേറ്റാൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ സന്തോഷം തരുന്നതായി തോന്നും. അതുപോലെ ദേഷ്യത്തോടെയോ വിഷമത്തോടെയോ ആണ് ദിവസം തുടങ്ങുന്നതെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ കൂടുതൽ പ്രകോപിപ്പിക്കും. ഇതാണ് സമാനമായവ ആകർഷിക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. നിങ്ങളുടെ ഫ്രീക്വൻസി എന്താണോ അതുപോലുള്ള അനുഭവങ്ങളെ നിങ്ങൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആശയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതൊരു പുതിയ ജോലിയോ നല്ലൊരു ബന്ധമോ ആകട്ടെ, അത് കിട്ടുന്നതിന് മുൻപ് തന്നെ, അത് കിട്ടിക്കഴിഞ്ഞാലുള്ള ആ സന്തോഷവും സംതൃപ്തിയും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ അതിനെ ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്കുണ്ട് നമ്മുടെ വികാരങ്ങളുടെ ശക്തി. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ ആദ്യത്തെ രീതിയാണ് പിന്തുടരുന്നത്, അല്ലേ? ജോലി കിട്ടിയിട്ട് വേണം സന്തോഷിക്കാൻ, കയ്യിൽ പണം വന്നിട്ട് വേണം സമാധാനമായിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഫലം തരുന്നത് രണ്ടാമത്തെ രീതിയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷം ഇപ്പോഴേ അനുഭവിക്കാൻ തുടങ്ങുക. ആ ഒരു പോസിറ്റീവ് ഫ്രീക്വൻസി നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിലെത്തിക്കും. ഓക്കേ, അപ്പോ ഈ തത്വം മനസ്സിലായി. ഇനി ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നമ്മുടെ വികാരങ്ങളെ സാഹചര്യങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ അതിന്റെ നിയന്ത്രണം എങ്ങനെ ബോധപൂർവം നമ്മുടെ കയ്യിലെടുക്കാം എന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങൾ പലപ്പോഴും ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് പ്രവർത്തിക്കുന്നത്. ട്രാഫിക് ജാമിൽ പെട്ടാൽ ദേഷ്യം വരും, ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടാൽ സന്തോഷം വരും. അതായത് പുറത്തു നടക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ വെറുതെ പ്രതികരിക്കുക മാത്രം ചെയ്യുന്നു, ബോധപൂർവം ഒന്നും സൃഷ്ടിക്കുന്നില്ല. എന്നാൽ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓട്ടോ പൈലറ്റ് മോഡ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഓഫ് ചെയ്യാം. നിങ്ങളുടെ വൈകാരിക റേഡിയോയുടെ ആ ഡയൽ, ആ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. ഏത് സ്റ്റേഷൻ കേൾക്കണമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. ആ ശക്തിയെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ 4 സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് ആ കൺട്രോൾ ഏറ്റെടുക്കാം. ഒന്നാമതായി, നിങ്ങളുടെ വികാരങ്ങൾ സാഹചര്യങ്ങളോടുള്ള ഒരു പ്രതികരണം മാത്രമാണെന്ന് തിരിച്ചറിയുക. രണ്ടാമതായി, വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബോധപൂർവം തീരുമാനമെടുക്കുക. മൂന്നാമതായി, സ്നേഹം, നന്ദി, സന്തോഷം ഇതുപോലുള്ള പോസിറ്റീവ് വികാരങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുക. നാലാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പോസിറ്റീവ് അവസ്ഥയിൽ കഴിയുന്നത്ര നേരം തുടരുക എന്നതാണ്. ഇനി നമുക്ക് ഈ ആകർഷണ നിയമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ മനസ്സിലാക്കാം. ഇത് എങ്ങനെയാണ് ഒരു പക്ഷപാതവും കാണിക്കാതെ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഒരുപോലെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഗുരുത്വാകർഷണം പോലെയാണ് ഈ നിയമവും. നിങ്ങളതിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു കസേരയിൽ നിന്ന് ചാടിയാൽ നിങ്ങൾ താഴേക്ക് തന്നെ വീഴും, അല്ലേ? അതുപോലെ തന്നെയാണ്, നിങ്ങളൊരു പോസിറ്റീവ് ഫ്രീക്വൻസിയാണ് അയക്കുന്നതെങ്കിൽ പോസിറ്റീവ് ഫലങ്ങൾ കിട്ടും, നെഗറ്റീവ് ഫ്രീക്വൻസിയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങളും. ഇതിന് ഒഴിവു കഴിവുകളൊന്നുമില്ല. ഈ നിയമം 24/7 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴുപോലും. അത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ നല്ലവനെന്നോ ചീത്തയെന്നോ ഒന്നും നോക്കുന്നില്ല. നിങ്ങൾ എന്ത് സിഗ്നലാണോ അയക്കുന്നത് അതിനോടത് പ്രതികരിക്കും, അത്രമാത്രം. നിങ്ങളുടെ ഓരോ ചെറിയ ചിന്തയ്ക്കും, ഒരു നിമിഷത്തേക്ക് വരുന്ന ദേഷ്യത്തിനും ഒരു ചെറിയ നന്ദിക്കും വരെ അതിൻ്റേതായ ഒരു ഫലമുണ്ടാകും. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ അയക്കുന്ന സിഗ്നലിനെക്കുറിച്ച് ശ്രദ്ധ വേണം.
ഇതുവരെ നമ്മൾ ഈ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇനി സ്ഥിരമായി ഒരു പോസിറ്റീവ് ഫ്രീക്വൻസി നിലനിർത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അവിടെയാണ് നിർണായകമായ ഒരു ഘട്ടം വരുന്നത്. അതിനെയാണ് ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ടിപ്പിംഗ് പോയിന്റ്? ഇതൊരു അണക്കെട്ടിലെ വെള്ളം നിറയുന്നത് പോലെയാണ്. നിങ്ങളുടെ പോസിറ്റീവ് വികാരങ്ങൾ ഓരോന്നായി കൂടി വന്ന് അതിന്റെ ശക്തി വർദ്ധിക്കും. ഒരു ഘട്ടത്തില് ഈ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ എല്ലാ സംശയങ്ങളെയും നെഗറ്റീവ് ചിന്തകളാകുന്ന തടസ്സങ്ങളെയും ഭേദിച്ച് പുറത്തേക്കൊഴുകാൻ തുടങ്ങും. ആ ഒരു നിർണായക നിമിഷമാണ് ടിപ്പിംഗ് പോയിന്റ്. ഈ ചാർട്ട് നോക്കൂ. നമ്മുടെ ജീവിതം ഒരു ത്രാസ് പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. ഒരു തട്ടിൽ നമ്മുടെ സംശയങ്ങളും നെഗറ്റീവ് ചിന്തകളും, മറുവശത്ത് നമ്മുടെ വിശ്വാസവും പോസിറ്റീവ് വികാരങ്ങളും. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നിരന്തരമായ പരിശ്രമത്തിലൂടെ പോസിറ്റീവ് വികാരങ്ങളുള്ള തട്ടിന് കൂടുതൽ ഭാരം നൽകുക. അപ്പോൾ മാത്രമേ ആ ത്രാസ് നമുക്ക് അനുകൂലമായി ചെരിയുകയുള്ളൂ. ഇതൊരു മാജിക് അല്ല, മറിച്ച് ഊർജത്തിന്റെ ഒരു നിയമമാണ്. നിങ്ങളുടെ പോസിറ്റീവ് വികാരങ്ങളുടെ ആകെ ശക്തി ഒരു പരിധി കടക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങും. ചിലപ്പോൾ അത്ഭുതങ്ങൾ പോലും സംഭവിച്ചേക്കാം. അതാണ് ടിപ്പിംഗ് പോയിന്റിന്റെ ശക്തി. അപ്പോ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമേ ഉള്ളൂ. ഇപ്പോ ഈ നിമിഷം നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നൽ ഏതാണ്? സന്തോഷത്തിന്റേതാണോ അതോ നിരാശയുടെയോ? ഓർക്കുക, നിങ്ങൾ ഇപ്പോൾ അയക്കുന്ന ആ സിഗ്നലാണ് നിങ്ങളുടെ നാളെ സൃഷ്ടിക്കുന്നത്.